ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എക്സലിലുള്ള പേസ്റ്റ് സ്പെഷ്യൽ ഫംഗ്ഷനാണ്. സാധാരണഗതിയിൽ നമ്മൾ പേസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാറുണ്ട്. അത് സാധാരണഗതിയിൽ നമ്മൾ എന്ത് ഡാറ്റാസാണോ കോപ്പി ചെയ്യുന്നത് അത് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്യുന്നു. സാധാരണ പേസ്റ്റ് ഫംഗ്ഷനിൽ നമ്മൾ കൺട്രോൾ C ഉപയോഗിച്ച് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൺട്രോൾ V വെച്ച് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിക്കുന്നത് സ്പെഷ്യൽ ഡാറ്റാസ് എന്തെങ്കിലും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണമെങ്കിലാണ് പേസ്റ്റ് സ്പെഷ്യൽ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത്രയും ഡാറ്റാസ് കോപ്പി ചെയ്ത് കൺട്രോൾ C വെച്ച് കോപ്പി ചെയ്തു. അതിനുശേഷം ഇവിടെയുള്ള പേസ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് കാണാൻ പറ്റും. പേസ്റ്റ് സ്പെഷ്യലിലുള്ള പ്രത്യേകത എന്തെങ്കിലും ഒരു സർട്ടൻ ആയിട്ടുള്ള ഡാറ്റാസ് ഒന്നുകിൽ ഫോർമുലാസ് അല്ലെങ്കിൽ വാല്യൂസ് ഇവിടെ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഇവിടെ ആഡ് സബ്ട്രാക്റ്റ്. നമുക്കിവിടെ ഫോർമുലാസ് മാത്രം പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോപ്പി ചെയ്ത ഡാറ്റാസിൻ്റെ ഫോർമുലാസ് മാത്രം പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ പോയി പേസ്റ്റ് സ്പെഷ്യൽ എടുത്തു, ഫോർമുലാസ് ഓൺലി. ഇവിടെ പേസ്റ്റ് ചെയ്തത് നോ ഫോമാറ്റ്, ഇവിടെ ഈ ഫോമാറ്റ് ഉണ്ട്. അതുകൂടാണ്ട് ഫോമുലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഫോമുല ഈ ഫോമുല ബാറിൽ കാണാൻ പറ്റും. തിരിച്ച് നമ്മൾ കോപ്പി ചെയ്തു. അടുത്തത് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് പേസ്റ്റ് സ്പെഷ്യലിൽ വാല്യൂസ്, ഇവിടെയും ഫോമാറ്റ്സ് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ളത് ഓൺലി വാല്യൂസ്. വേറെ ഇവിടെ കാണാൻ പറ്റും ഫോമുല ബാറിൽ അതിൻ്റെ ഫോമുലാസ് കാണാൻ പറ്റും. തിരിച്ചും നമ്മൾ വേറൊരു ഇതിൽ നിന്ന് നമ്മൾ ഫോമാറ്റ്സ് എടുക്കുന്നു. ഫോമാറ്റ്സ് ഓൺലി ഇവിടെ കോപ്പി ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ ഒരു അഡീഷണലായിട്ട് ഒരു 500 ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കോപ്പി ചെയ്യുന്നു. ഈ കോപ്പി ചെയ്തത് ഇവിടെ കോപ്പി ചെയ്ത ഡാറ്റാസ് പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിച്ചു. പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിച്ചു നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ആഡ് എന്നുള്ള കൊടുക്കുന്നു. അഡീഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പേസ്റ്റ് ചെയ്യുന്ന സെല്ലിൽ എന്തെങ്കിലും അഡീഷണൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് നമ്മൾ കോപ്പി ചെയ്ത സെല്ലിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇതിവിടെ കോപ്പി ആണെങ്കിൽ പ്രോപ്പറായിട്ട് കിട്ടും. ആഡ് ഇവിടെ 1,25,000 ആണുള്ളത്. ഇവിടെ 1,30,000 ആയി. ദ മീൻ ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സബ്ട്രാക്റ്റ് മൾട്ടിപ്ലൈയും കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ലിങ്ക്. പേസ്റ്റ് ലിങ്കിൻ്റെ പ്രത്യേകത ഒരു ലിങ്കായിട്ട് അവിടെ വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പാരൻറ്റ് ഫയലിൽ ഇവിടെ പാരൻറ്റ് ഡാറ്റാസിൽ നമ്മളൊരു 500 ആഡ് ചെയ്ത് ഈ 500 ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കെന്ത് ചെയ്യാം, ചില ഫങ്ഷൻസ് ട്രാൻസ്പോസ് എന്നുള്ളൊരു ഫങ്ഷൻസും കൂടി ഉപയോഗിക്കും. ഇത് ആക്ച്വലി ഫങ്ഷൻസ് അല്ല, പേസ്റ്റിൻ്റെ ഓരോ രൂപങ്ങളാണ്. പേസ്റ്റ് സ്പെഷ്യൽ നമുക്കിവിടെ താഴെ വരാം. പേസ്റ്റ് സ്പെഷ്യൽ ട്രാൻസ്പോസ് എന്താണെന്ന് വെച്ചാൽ വെർട്ടിക്കലായിട്ടുള്ള ഡാറ്റാസ് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടലായിരിക്കും, ഹൊറിസോണ്ടലായത് വെർട്ടിക്കലായിരിക്കും. ഇവിടെ കണ്ട ഇതാണ് പേസ്റ്റ് സ്പെഷ്യലിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില യൂസ്ഫുൾ ആയിട്ടുള്ള ഫങ്ഷൻസ്. ഇത് വെച്ചിട്ടുള്ള വേറൊരു ലൈവ് എക്സാമ്പിൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതൊരു ലൈവ് വീഡിയോ ആയിരിക്കും. പേസ്റ്റ് സ്പെഷ്യലിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും.